തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ സ്വതന്ത്രനായി നിന്നു. വാർഡിൽ തനിക്കോ കുടുംബത്തിനോ വോട്ടുണ്ടെങ്കിലും അറിയാവുന്നവരും ബന്ധുക്കളുമായി 350ഓളം പേരുണ്ട്. അവരുടെ വോട്ട് കിട്ടുമെന്നായിരുന്നു വിശ്വാസം. ഒടുവിൽ ഫലം വന്നപ്പോൾ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതാകട്ടെ ഒരു വോട്ട്. പരിചയക്കാരും ബന്ധുക്കളും കൈവിട്ടപ്പോൾ തനിക്ക് താങ്ങായി ഒരു വോട്ട് ചെയ്തത് ആരെന്നാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ. പത്തനംതിട്ട നഗരസഭയിലെ ചുള്ളിക്കോട് 24 വാർഡിൽ നിന്നും മത്സരിച്ച എബ്രഹാം PS എന്ന സോണിയാണ് തൻ്റെ ഏക വോട്ടറിനെ തേടി അലയുന്നത്. പത്തനംതിട്ട നഗരത്തോട് ചേർന്ന ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് സോണി. തനിക്കോ കുടുംബത്തിനോ ഈ വാർഡിൽ വോട്ടില്ലെങ്കിലും 350ഓളം വരുന്ന പരിചയക്കാരെയും ബന്ധുക്കളെയും വിശ്വസിച്ചാണ് അബ്രഹാം മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ പോരിനിറങ്ങിയത്. ഇതിൽ 100 പേര് ഒഴിവാക്കിയാലും 250 വോട്ട് നേടി വിജയിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ഫലം വന്നപ്പോൾ ഒരു വോട്ട് മാത്രം കിട്ടിയത്. ആരാണ് തനിക്ക് വോട്ട് ചെയ്തതെന്ന ആകാംക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ. വോട്ട് ചെയ്ത വ്യക്തിയെ കാണണമെന്ന ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് വോട്ട് ചെയ്തത് എന്നറിയുവാൻ ഭാവിയിൽ ഗുണം ചെയ്യുമത്. ജനങ്ങളുടെ സംസാരവും ആവേശവും കണ്ടപ്പോൾ അനുകൂലമായ തരംഗമുണ്ടാകുമെന്ന് ആദ്യം കരുതിയത്. അവസാന നിമിഷവും എൻ്റെ പേര് പലരും പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ എന്ന് വീടിനും അടുത്തുള്ളവർ പറയുന്നതോടെ വളരെ ആകാംക്ഷയായി. 250 വോട്ട് കിട്ടി ജയിക്കുമെന്ന കണക്കിലായിരുന്നു നിന്നത്. ഒരു വോട്ട് മാത്രം കിട്ടിയപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ വോട്ട് യന്ത്രത്തിൽ വല്ല കൃത്രിമവും നടന്നു കാണുമെന്ന് കരുതിയത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചില തന്ത്രങ്ങൾ ഉണ്ടാകുമെന്ന് ചിരിച്ചു കാണിക്കുന്നവർ എല്ലാവരും വോട്ട് ചെയ്യില്ലെന്നടക്കം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും പറ്റില്ലായിരുന്നു. ഉരുണ്ടു വീണു പോകുമായിരുന്നു. ഈ ഘട്ടത്തിൽ കൈത്താങ്ങായി നിന്ന മനുഷ്യനെ ഒന്ന് കാണുവാൻ അതിയായ ആഗ്രഹമുണ്ട്, അബ്രഹാം പറഞ്ഞു. എത്രയൊക്കെ പരിചയവും ബന്ധങ്ങളും ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൽ 80% പേർ ശക്തമായ രാഷ്ട്രീയം ഉള്ളവരാണെന്നും ഇതോടെ ബോധ്യമായതും അബ്രഹാം പറയുന്നു. സ്ഥാനാർത്ഥിയായി നിന്നത് ആകെ 15,000 രൂപയാണ് ചെലവായതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.